ഹായ്, കുറേ നാളുകൾക്ക് ശേഷം മനോഹരമായൊരു ഞായറാഴ്ച വൈകുന്നേരം ഒത്തുവന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച വൈകുന്നേരത്തെ ഞാൻ മനോഹരം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ടെറസ് ക്യാമ്പ് പരിപാടി കുറേ നാളുകളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ന് അത് പുനരാരംഭിക്കുകയാണ്. കാരണം ഇന്ന് ഞങ്ങൾ 4 പേരും വീട്ടിലുണ്ട്. സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിൽ എൻ്റെ പ്രോഗ്രാമുകളുടെ തിരക്ക് മൂലം ഇങ്ങനെ അവധി ദിവസങ്ങളിൽ ഞങ്ങൾ 4 പേരും ഒത്തുകൂടാറില്ല. എന്നാൽ അങ്ങനെ 4 പേരും ഒത്തുകൂടുന്ന അവധി ദിവസങ്ങളിൽ എല്ലാം മഴയായിരിക്കും. അപ്പോൾ ഒരു വെയിലുള്ള ഒരു ദിവസമായിട്ട് തന്നെ ഈ ഞായറാഴ്ച നമുക്ക് ഒത്തുവന്നു. ഇന്ന് ഞങ്ങളുടെ ടെറസ് വളരെ ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രില്ലടുപ്പും ചിരട്ടയും കരിയും എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ ഇന്നൊരു നല്ല സന്ധ്യ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നും ഞങ്ങൾക്കൊരു പ്രശ്നം ഉള്ളത്, ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റുകൾ ആരും തന്നെ എത്തിയിട്ടില്ല. ഞങ്ങൾ 4 പേരും മാത്രമാണുള്ളത്. ഞങ്ങൾക്ക് സാധാരണ വീട്ടിലുണ്ടാവാറുള്ള മകളുടെ കൂട്ടുകാരി പോലും ഇന്ന് വീട്ടിൽ പോയ ദിവസമാണ്. പിന്നെ ഒരുപാട് ഗസ്റ്റുകൾക്ക് വേണ്ടി ഞങ്ങളിന്ന് ശ്രമിച്ചു നോക്കി. പലരും തിരക്ക് മൂലം എത്തിച്ചേരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ 4 പേര് മാത്രമായിട്ടാണ് ടെറസ് ക്യാമ്പ് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുകയാണ്. വിർച്വലായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഗ്രില്ലടുപ്പ് കുറച്ച് തുരുമ്പൊക്കെ എടുത്തു, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതുകൊണ്ട്. അതുപോലെ ഗ്രില്ല് ഇതെല്ലാം ഒന്ന് ഓയിൽ ചെയ്ത് ഒന്ന് തുടച്ച് മിനുക്കി തുരുമ്പൊക്കെ കളഞ്ഞ് വച്ചിരിക്കുകയാണ്. പിന്നെ ഈ ചിരട്ടയും കരിയും ഒക്കെ ഇന്ന് തീ പിടിപ്പിക്കണം. അപ്പോൾ അതിനുശേഷം നമ്മുടെ മ്യൂസിക് സിസ്റ്റങ്ങളെല്ലാം പഴയതുപോലെ തന്നെ റെഡിയാണ്. മൈക്കൊക്കെ പാട്ട് പാടാനൊക്കെ മൈക്കും ഒക്കെ റെഡിയാണ്. ഇനി നമ്മൾ തുടങ്ങി വയ്ക്കട്ടെ. ഇത് കത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്യാമ്പ് ഔപചാരികമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. വളരെ നല്ല കാറ്റുള്ള ദിവസമാണ്. എന്തായാലും ഔപചാരികമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രില്ലടുപ്പിൽ മാസങ്ങൾക്ക് ശേഷം തീ പകർന്നിരിക്കുകയാണ്. ഇനി കരിയെല്ലാം ഒന്ന് കത്തി, ചിരട്ടയൊക്കെ ഒന്ന് കത്തി കനലായി മാറേണ്ടതുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ചിക്കനും ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ ഐറ്റമായിട്ട് ഞങ്ങൾ കപ്പ കൂടി ചുടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം സക്സസ് ആവും എന്നറിയില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കപ്പ ചുട്ടതാണ് ഈ കനലിൽ. എന്തായാലും ഞങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞു. എല്ലാവരും ഞങ്ങളോടൊപ്പം ചേരുക. മയോണൈസിനൊക്കെ മരിച്ചവരായിരിക്കും കാണുന്നത് വിചാരിക്കാൻ. സെൽഫി വീഡിയോ എടുക്കും. വളരെ നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രില്ലടുപ്പ് അങ്ങനെ വീണ്ടും ചൂടായി വരികയാണ്. കനൽ റെഡിയായാൽ നമ്മൾ ഗ്രില്ലിൽ ചിക്കനെ ഇതിന് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതാണ്. വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ വീണ്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായ മനത്തിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ വീണ്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. എന്നും കാണുമ്പോൾ എന്തിത്ര കോപത്തിൻ സിന്ദൂരം, എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണെന്തിനാണീ മൗനം. പുഞ്ചിരി എന്തിനീ കാണും ഞാൻ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ വീണ്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ,
ഒന്നും മിണ്ടുമില്ലേ. കനലെല്ലാം ചുട്ടുപഴുത്ത് റെഡി ആയിട്ടുണ്ട് ചിക്കനെ സ്വീകരിക്കാനായിട്ട്. ചിക്കൻ ഗ്രില്ല് എടുക്കുന്ന ജോലിയാണ് ഇപ്പോൾ മഹിയും വിജയലക്ഷ്മിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഗ്രില്ലിലേക്ക് ചിക്കൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ചുട്ടുപഴുത്ത കനലിലേക്ക് നമ്മുടെ ചിക്കനെ വെച്ചുകൊണ്ട് മഹി ഇന്നത്തെ ക്യാമ്പിലെ ചിക്കൻ ഗ്രില്ലിംഗ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വളരെ വിജയകരമായി നമ്മുടെ ഒന്നാം റൗണ്ട് ചിക്കൻ ഗ്രില്ല് റെഡി ആയിരിക്കുകയാണ്. നമ്മളപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ്. ഇല സംഘടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം പ്ലേറ്റിൽ തന്നെയാണ് ഇന്നത്തെ സദ്യ. അങ്ങനെ രണ്ടാം റൗണ്ട് ചിക്കൻ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് നമ്മൾ വച്ചിരിക്കുകയാണ്. ഒരു റൗണ്ട് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ അതിഥികൾ ആരും എത്തിച്ചേർന്നിട്ടില്ല. കഴിക്കാനും ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ വെർച്വലായിട്ട് നിങ്ങളെല്ലാവരും ഈ കഴിക്കലിൽ പങ്കുചേരുക. സോറി, ഇനി അടുത്ത പ്രോഗ്രാമിന് നിങ്ങളെല്ലാവരും എത്തിച്ചേരാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ റൗണ്ട് ചിക്കൻ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. മഹി ഉണ്ടാക്കിയ മയണൈസാണ് ഇന്ന്. ഹോം മെയ്ഡ് മയണൈസ് മഹിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. വാക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വെറൈറ്റി കപ്പ ചുടൽ പരിപാടിയാണ് അടുത്തത്. കപ്പ ചുടാനായിട്ട് കനലിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇതിൻ്റെ സക്സസ് റേറ്റ് എത്രയാണെന്നുള്ളത് റിസൾട്ട് വന്നതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ചുടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രാചീന തലമുറയെ ആദരിച്ചുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും നമ്മുടെ കപ്പ ചുട്ടത് വളരെ സക്സസ് ആയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇത്രയും സക്സസ് റേറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ കപ്പ ചുട്ടെടുത്തിരിക്കുകയാണ്. ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു കപ്പ ചുട്ടതും കൂടെ ഇന്നത്തെ ഈ ക്യാമ്പയിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതോടെ ഇന്നത്തെ നമ്മുടെ ഈ ഞായറാഴ്ച മനോഹര ഞായറാഴ്ചയിലെ മനോഹര സായാഹ്നത്തിലെ മനോഹര ക്യാമ്പയിൻ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.